നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. താരങ്ങൾ ക്ലബ്ബ് വാങ്ങുന്നത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡോ ബ്രസീലിയൻ ലീഗിലും ലാ ലീഗയിലും ഒക്കെ ക്ലബ്ബുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മെസ്സി കളിക്കുന്ന ഇന്റർ മയാമിയിൽ ഡേവിഡ് ബെക്കാമിന് ഓണർഷിപ്പ് ഉണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാൾ കിലിയൻ എംബാപ്പെ ക്ലബ്ബ് തന്നെ അങ്ങ് വാങ്ങിയിരിക്കുകയാണ്. അതും അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് സൈൻ ചെയ്തിട്ടുള്ള ക്ലബ്ബ്, കളിക്കാൻ വേണ്ടി പോയിരുന്ന ക്ലബ്ബ്, ആ ക്ലബ്ബ് അദ്ദേഹം ഇങ്ങ് വാങ്ങുന്നു. ഫ്രഞ്ച് ലീഗ് 2-ലാണ് ഇപ്പോൾ കെയിനുള്ളത്. ആ ക്ലബിനെയാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലെ പാരീസിയൻ ആണ്. ലെ പാരീസിയൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എംബാപ്പെ 20 മില്യൺ യൂറോ കൊടുത്തുകൊണ്ടാണ് കെയിൻ ക്ലബിൻ്റെ ഷെയർസ്, മോസ്റ്റ് ഓഫ് ദി ഷെയർസ് അദ്ദേഹം വാങ്ങി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും എംബാപ്പെ മൊണോക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ചെറിയ പ്രായത്തിൽ സൈൻ ചെയ്ത ക്ലബ്ബാണ് കെയിന്. അദ്ദേഹത്തിന് അവിടെ വളരെ ഷെൽട്ടേർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാകുമെന്നും തൻ്റെ കരിയർ അവിടെ വളർത്തിയെടുക്കാമെന്നും ഒക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ലീഗ് 1-ൽ നിന്ന് ക്ലബ്ബ് താഴേക്ക് റെലഗേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നില്ല. അങ്ങനെ അദ്ദേഹം AS മൊണാക്കോയിലേക്ക് പോവുകയായിരുന്നു. മൊണാക്കോയിൽ നിന്നാണ് പിന്നെ PSG എത്തിയിരുന്നത്. PSG വിട്ട് ഇപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. എന്തായാലും റയൽ മാഡ്രിഡിനോടൊപ്പമുള്ള തൻ്റെ അരങ്ങേറ്റത്തിനായിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. പക്ഷേ യുവേഫ സൂപ്പർ കപ്പിൽ അരങ്ങേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. അതോടൊപ്പമാണ് ഇങ്ങനെയുള്ളൊരു വാർത്ത കൂടി വരുന്നത്. എംബാപ്പെ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഷെയറുകളും വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ കരിയർ മറ്റൊരു തരത്തിലേക്ക് കൂടി കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.